ഇടുക്കിയിൽ നിന്ന് പ്രത്യേകം വണ്ടി പിടിച്ചാണ് പി.ടി. തോമസ് ആലപ്പുഴയിൽ എത്തിയത്. ഷുക്കൂറിന്റെ ആജന്മ ശത്രു വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ഷുക്കൂറിന്റെ ഓഫീസിൽ വെച്ചാണ് വാർത്താ സമ്മേളനവും നടത്തിയത്. പോരെ പൂരം. പി.ടിയുടെ വരവിലും പോക്കിലും ഷുക്കൂറിന് കാര്യമായ സംശയമുണ്ട്. പി.ടി. തോമസ് ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കിയിലെ പഴയ എം.പി. ആണ്. അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയതിന്റെ പിന്നിൽ എന്തോ അജണ്ടയുണ്ട്. ആ അജണ്ട ചില സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ഞാൻ സംശയിക്കുന്നു. ആ അജണ്ട വെള്ളാപ്പള്ളി പി.ടി. തോമസിൽ കുടിയേറിയതിനെ തുടർന്ന് സംജാതമായ പ്രത്യേക സാഹചര്യമാണ്. മാത്രമല്ല, ഷുക്കൂറിനെ പോലുള്ളവരെ ഇമാതിരി പാഠം പഠിപ്പിക്കാൻ പി.ടി. തോമസാണ് നല്ലതെന്ന് സാക്ഷാൽ വെള്ളാപ്പള്ളിക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്തു. വെള്ളാപ്പള്ളിക്ക് സുധീരനും ഷുക്കൂറും തമ്മിൽ എന്ത് വ്യത്യാസം? പിടിച്ച് ഞാൻ അവൻ എന്നെ കിട്ടി, കൊടുത്ത് ഞാൻ അവൻ എനിക്ക് ടഞ്ചാറ്. പി.ടി. തോമസ് ഇന്ന് രാവിലെ എന്നെ ടെലിഫോണിൽ വിളിക്കുകയുണ്ടായി. അദ്ദേഹം ആലപ്പുഴ വഴി വരുന്നു, സംസ്കൃതിയുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു, DCC ഓഫീസ് കയറി പോകുന്നു എന്ന് പറഞ്ഞ് ഇത്രമാത്രമാണ് എന്നോട് സംസാരിച്ചത്. എന്നാൽ പി.ടി. തോമസ് ആലപ്പുഴ DCC ഓഫീസിൽ വന്ന് DCCയുടെ അനുവാദം ഇല്ലാതെ പത്രസമ്മേളനം നടത്തിയ നടപടി തന്നെ തെറ്റാണ്. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. മാത്രമല്ല, പത്രസമ്മേളനത്തിൽ ഏറ്റവും വിവാദപരമായ തരത്തിൽ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ വന്നു. അതിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്കാർക്കും യോജിക്കാൻ കഴിയില്ല. ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ നിലപാടെടുത്ത് തന്നെയാണ് പോകുന്നത്. ക്രൈസ്തവ സഭയെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉപയോഗിച്ച നടപടി, പി.ടി. തോമസിന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. അതിനുള്ള ഒരു വേദിയാക്കി ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പി.ടി. തോമസ് മാറ്റരുതായിരുന്നു. എന്ന് മാത്രമല്ല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് സാമാന്യ മര്യാദയ്ക്ക് ആ അനുവാദം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നിൽ നിന്ന് വാങ്ങേണ്ടതാണ്. അത് അദ്ദേഹം വാങ്ങിയിട്ടില്ല. അതും കൂടാതെ വെള്ളാപ്പള്ളി നടേശന്റെ ബാർ വിഷയത്തിലുള്ള സ്ഥാപിത താല്പര്യത്തിൽ നിന്നുകൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. ക്രൈസ്തവ സഭയെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും പോലെ തന്നെയാണ് SNDP യോഗത്തെയും ഞങ്ങൾ ആദരിക്കുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായി ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി വെള്ളാപ്പള്ളി നടേശന്റെ നടപടികൾ ഉണ്ടാകുന്നത് അത് അദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യത്തെ സംരക്ഷിക്കാനാണ്. അതിന് നിന്നുകൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അത്തരത്തിൽ ആ സ്ഥാപിത താല്പര്യങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന ഒരു കടുത്ത നടപടിയാണ് ശ്രീ പി.ടി. തോമസ് ആലപ്പുഴ നെഹ്റു ഭവൻ കേന്ദ്രമാക്കി ചെയ്തിട്ടുള്ളത്. താനൊക്കെ മറ്റേ ചിട്ടയൊരാളല്ലേ, മിലിറ്ററി. അത് ശക്തമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്, അച്ചടക്ക ലംഘനമാണ്. ആ അച്ചടക്ക ലംഘനത്തിനും സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനും നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റിനോട് ഞാൻ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പി.ടി. തോമസിന്റേതുപോലെ ഹൈബി ഈഡനും ശ്രദ്ധ നേടുന്നതിന് വ്യത്യസ്തമായ മാർഗം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണത്രേ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം സണ്ണി ആലപ്പാട്ടിനെതിരെ പരസ്യമായി കൊമ്പുകോർത്തത് വലിയ വാർത്തയായതോടെയാണ് ഹൈബിയുടെ പ്രഖ്യാപനം. എന്തെന്നാൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരം ഏർപ്പാടുകൾ നടത്തിയാൽ നാടുമുഴുക്കെ അറിയപ്പെടും എന്നതുകൊണ്ട് തന്നെ. എന്തായാലും അങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടായിരുന്നോ? വ്യക്തിപരമായ രീതിയിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രൊവോക്കേറ്റ് ചെയ്യും. പക്ഷേ ഇത് ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കേണ്ട ഒരാളല്ല അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അതും ഒരു ജനപ്രതിനിധിയോട് പറയേണ്ട കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതൊരു നോർമൽ റിയാക്ഷൻ, ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇത്രയും നാൾ 3 വർഷത്തിൽ കൂടുതൽ MLA ആയിട്ട് നടത്തിയ ഒരു പ്രവർത്തനങ്ങൾക്കും ഇത്രയും അധികം പബ്ലിസിറ്റി നിങ്ങൾ തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിന് പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞ ആൾക്കാരുണ്ട് എൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പാലങ്ങളോ റോഡോ 52 കോടിയുടെ പാലമൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് അന്നത്തോടു കൂടി മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും എൻ്റെ പ്രവർത്തനങ്ങളിൽ.
കച്ചവടക്കാർക്ക് കച്ചവട താല്പര്യങ്ങളുണ്ടാവില്ല. ആ വാർത്ത ചിത്രീകരിക്കുന്നതിലോ അത് സംപ്രേഷണം ചെയ്യുന്നതിലോ കുഴപ്പമില്ല. പക്ഷെ അതിന് ശേഷം ചില പരിപാടികളിൽ വരുന്നതാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സംസ്കാരത്തിൻ്റെ അതിർവരമ്പുകൾ കടന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കച്ചവടം നടത്താൻ വേണ്ടി യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നത് നീ ആരാടാ? നീ എന്താ ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നത്? നീ ആരാ? കച്ചവടം താല്പര്യങ്ങൾ നീ യൂണിവേഴ്സിറ്റിയിലും എൻ്റെ വൈകാരികമായ പ്രകടനം ഒരു ജനപ്രതിനിധി നടത്തണമെന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അത് വേറെ ചില കാര്യങ്ങളുമായി കൂട്ടിക്കലർത്തി കാണിക്കുമ്പോഴാണ് നമ്മളെ എത്തരത്തിലേക്ക് അത് കൊണ്ടുപോകാം എന്നുള്ളത് വരുന്നത്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. അത് പല ആൾക്കാരും നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായി സൗഹൃദം പുലർത്തുന്ന ആളുകളും വിളിച്ച് വേറെ കുറേ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏതായാലും അതിലൊന്നും വശംബദ്ധനാവുമെന്ന് എനിക്ക് കരുതണ്ട. ഇത് അടുത്ത വീട്ടിലെ ഗോപിയുടെ ബാഗാണ്, ഞാൻ എടുത്തോട്ടാ. ഹൈബിയെ പോലുള്ള സാധാരണക്കാർ ഇനിയും ഇമാതിരി വികാര പ്രകടനങ്ങൾ നടത്തുമെന്നും ഡെമോക്രസിയെ സമ്പന്നമാക്കുമെന്നും പ്രതീക്ഷിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കത്തുപാട്ട്.